Good morning, students. Adutha university question idana. Find the general term of the series 1 plus 1 into 2 by 1 into 3 plus 1 into 2 into 3 by 1 into 3 into 5 plus 1 into 2 into 3 into 4 by 1 into 3 into 5 into 7, etc. And use the ratio test to show that the series converges. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ജനറൽ ടൈം കണ്ടുപിടിക്കണം. യു കെ വീത് ജനറൽ ടൈം യു കെ ആണ് ജനറൽ ടൈം നോക്കുക. യു കെ എന്നുള്ള ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ന്യൂമറേറ്റർ നോക്കിയാൽ ആദ്യത്തെ ടൈം 1 ആണ്, രണ്ടാമത്തെ ടൈം 1 into 2, അടുത്ത 1 into 2 into 3, അടുത്ത 1 into 2 into 3 into 4. 1 എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ, ഇവിടെ 2 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 into 2, ഇത് 3 ഫാക്ടോറിയൽ, 1 into 2 into 3, ഇത് 4 ഫാക്ടോറിയൽ, 1 into 2 into 3 into 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് എന്ത് വരും? കെ ഫാക്ടോറിയൽ. അപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് കെ ഫാക്ടോറിയൽ കിട്ടി. കെക്ക് 1 കൊടുക്കുമ്പോൾ 1 ഫാക്ടോറിയൽ വരും, 1 വരും. കെക്ക് 2 കൊടുക്കുമ്പോൾ 2 ഫാക്ടോറിയൽ 1 into 2, കെക്ക് 3 കൊടുക്കുമ്പോൾ 1 into 2 into 3, കെക്ക് 4 കൊടുക്കുമ്പോൾ 4 ഫാക്ടോറിയൽ 1 into 2 into 3. ന്യൂമറേറ്റർ ഓക്കെ. ഇനി ഡിനോമിനേറ്റർ എന്താണ്? 1, 3, 5, 7. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? a is equal to a plus n minus 1 into d. a എന്താണ്? 1 plus n minus 1 into d എത്രയാണ്? 2 ആണ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 plus 2n minus 2 that is equal to 2n minus 1. അപ്പോ എല്ലാം പദം എന്ന് പറയുന്നത് 2n minus 1 ആണ്. ഇവിടെ k ലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ 2k minus 1 വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 1, 3, 5, 7, etc. അല്ലെ? 1, 3, 5, etc. 2k minus 1. 2k minus 1. ഇങ്ങനെ നമ്മൾ ഇതിന്റെ ജനറൽ ടേമായി യു കെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ പ്രോബ്ലത്തില് ജനറൽ ടേം യു കെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ന്യൂമറേറ്ററിൽ നമ്മൾ കെ ഫാക്ടോറിയൽ എഴുതി, കാരണം അറിയാമല്ലോ, മനസ്സിലായി കഴിഞ്ഞു. ഡിനോമിനേറ്ററിൽ 1, 3, 5 ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ എണ്ണാം പദം എന്ന് പറഞ്ഞാൽ 2n minus 1 ആണ്. അപ്പൊ 1, 3, 5, 7, etc. 2k minus 1. ഇനി നമുക്ക് ജനറൽ ടൈം കണ്ടുപിടിച്ചിട്ട് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് തെളിയിക്കേണ്ടത്. കൺവെർജ് ആണോ ഡൈവേർജ് ആണോ തെളിയിക്കേണ്ടത്. ഇനി നമ്മൾ യു കെ പ്ലസ് 1 കണ്ടുപിടിക്കാം. യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂമറേറ്ററിൽ കെ പ്ലസ് 1 ഫാക്ടോറിയൽ, കെയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? കെ പ്ലസ് 1 ഫാക്ടോറിയൽ കൊടുത്തു. ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം? 1, 3, 5, 7, etc. 2k minus 1. ഇത് k വരെ ടൈം ആയി. ഈ k plus 1 ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 2k minus 1 ലെ kക്ക് k plus 1 കൊടുക്കാം. അപ്പൊ നോക്കിയേ, 2 into k plus 1 minus 1, 2k plus 2 minus 1, 2k plus 1. അപ്പൊ ഇവിടെ ടൈം എന്തായിരിക്കും? 2k plus 1. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ k plus 1 കണ്ടുപിടിക്കുന്നത്. 1, 3, 5, 7, etc. 2k minus 1 എന്നുള്ളത് k വരെയുള്ള ടൈം. അതിനുശേഷം തൊട്ടടുത്ത് k plus 1 ചേർക്കണമെങ്കിൽ ഈ kക്ക് പകരം നമ്മൾ k plus 1 കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2k plus 2 minus 1, 2k plus 1 വരും. ഇങ്ങനെ നമ്മൾ ജനറൽ ടൈമില് യു കെ കണ്ടുപിടിച്ചു, യു കെ പ്ലസ് 1 കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യണം. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ റേഷ്യോ ടെസ്റ്റ് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റഡ് ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 എന്താണ്? k പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1, 3, 5, 7, etc. 2k minus 1 into 2k plus 1 divided by താഴെ വരും k factorial divided by 1, 3, 5, 7, etc. 2k minus 1. That is equal to നമുക്ക് എങ്ങനെ എഴുതാം? Rho is equal to limit k tends to infinity k plus 1 factorial divided by 1, 3, 5, 7, etc. 2k minus 1 into 2k plus 1 into ഈ താഴെയുള്ള മുകളിലേക്ക് എഴുതും 1, 3, 5, 7, etc. 2k minus 1 divided by k factorial. ഈ ഡിനോമിനേറ്റർ മുകളിലോട്ട് എത്തും. അപ്പൊ ഇത് രൂപത്തിൽ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1, 3, 5, 2k ഇപ്പോഴും 3 ടൈമാണ് ക്യാൻസൽ ചെയ്തറിയാം. ഇനി നോക്കിയേ ബാക്കി എന്തെന്ന് നോക്കിയേ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി
ഈ കെ പ്ലസ് വൺ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് വൺ ഇൻറ്റു കെ ഫാക്ടോറിയൽ എഴുതാം. കാരണം 4 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ കെ പ്ലസ് വൺ ഇൻറ്റു കെ ഫാക്ടോറിയൽ ഡിനോമിനേറ്റർ എന്ത് എഴുതാം? 2k പ്ലസ് ഇൻറ്റു കെ ഫാക്ടോറിയൽ. ഈ കെ ഫാക്ടോറിയലും കെ ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയും. ബാക്കി നമുക്ക് എന്തുണ്ട്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ പ്ലസ് 1/2k പ്ലസ് 1 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടുന്ന് കെ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 + 1/k, താഴെ നമ്മൾ കെ പുറത്തെടുത്ത് കഴിയുമ്പോൾ 2 + 1/, ഇവിടെ നമുക്ക് 2k പുറത്തെടുക്കാം, അല്ലെങ്കിൽ കെ പുറത്തെടുത്താൽ മതി. അപ്പൊ 2 + 1/k, അപ്പൊ 2k + 1 വരും. അപ്പൊ ന്യൂമറേറ്ററിൽ ഞാൻ കെ പുറത്തെടുത്തു, അപ്പൊ k × 1 + 1/k. ഡിനോമിനേറ്ററിൽ ഞാൻ കെ പുറത്തെടുത്തു, അപ്പൊ 2 + 1/k വരും. ഈ k ക്യാൻസൽ ചെയ്തു. ഈ k ഇൻഫിനിറ്റി കൊടുക്കും. ഈ ടേം എന്താവും? 0. ഈ ടേം എന്താവും? 0. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1/2 കിട്ടും. ആൻസർ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1/2 ആണ്. ഈ 1/2ന്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 1 ആണ്. 1/2ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. therefore റോ is equal to less than 1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റോ ലെസ് ദാൻ 1 ആണ്. therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? therefore the series converges. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് കൺവെർജസ് ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ആദ്യം ജനറൽ ടേം കണ്ടുപിടിക്കണം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ UK ജനറൽ ടേം ആണെങ്കിൽ UK കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സീരീസ് നോക്കുക. സീരീസ് നോക്കുമ്പോൾ ന്യൂമറേറ്ററിലെ 1 + 1 × 2 1 × 2 × 3 1 × 2 × 3 × 4 ആണ് എന്ന് പറഞ്ഞാൽ കെ ഫാക്ടോറിയൽ കൊടുത്താൽ മതി. കാരണം കെക്ക് 1 കൊടുക്കുമ്പോൾ 1010 കിട്ടും ന്യൂമറേറ്ററിലെ. കെക്ക് 2 കൊടുക്കുമ്പോൾ 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 × 2, 3 കൊടുക്കുമ്പോൾ 1 × 2 × 3, 4 കൊടുക്കുമ്പോൾ 4 × 2. അപ്പൊ ന്യൂമറേറ്റർ കെ ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ നമ്മൾ നോക്കണം. 1 3 5 7 എക്സെട്രാ എന്നുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ആ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എണ്ണാം പദം കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് 1 3 5 7 എക്സെട്രാ എണ്ണാം പദം എന്താണ്? 2k - 1 കിട്ടും. 2n - 1 എന്നുള്ളത് 2k - 1 കിട്ടും. അപ്പൊ UK കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? UK + 1 കണ്ടുപിടിക്കണം. അപ്പൊ ന്യൂമറേറ്ററിൽ കെക്ക് സ്ഥാനത്ത് k + 1 ഫാക്ടോറിയൽ കൊടുത്തു. ഡിനോമിനേറ്ററിൽ 1 3 5 7 എക്സെട്രാ 2k - 1 ഇൻറ്റു ഈ കെക്ക് വരെ നമ്മൾ k + 1 കൊടുത്തപ്പോൾ 2k + 1 കിട്ടും. അപ്പൊ UK + 1 കിട്ടി. ഇനി നമ്മളിത് സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് പറയുന്നത് എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK + 1/UK. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK + 1/UK. UK + 1 നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് UK + 1. UK നമ്മുടെ കയ്യിലുണ്ട്. അത് കൊടുത്തു. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ വരും. അതിൽ 1 3 5 7 എക്സെട്രാ 2k - 1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ k + 1 ഫാക്ടോറിയൽ എന്ന് പറയാൻ k + 1 × k ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ k ഫാക്ടോറിയൽ കട്ടായി. ബാക്കി k + 1/2k + 1 ഉണ്ട്. അതിൽ നിന്ന് k പുറത്തെടുത്തു. 1 + 1/k വരും. ഇവിടെ k × 2 + 1/k വരും. k കട്ട് ചെയ്തിട്ട് കളഞ്ഞു. 1/2 എന്ന് വരും. ഈ 1/2 എന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മൾ പറയുന്ന കൺക്ലൂഷൻ ഗിവൺ സീരീസ് ഈസ് കൺവെർജസ്. അങ്ങനെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് QT ചോദിച്ചാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ.